ഇറാനിൽ വലിയ രീതിയിൽ തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിനിടയിലാണ് അമേരിക്ക പലതവണ ആവർത്തിക്കുന്നു ഇറാനെ ആക്രമിക്കുമെന്ന്. ട്രംപ് നിരന്തരം സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ ഇറാനെതിരെയാണ്. ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും. അദ്ദേഹം എന്താണ്, ഭീഷണി മാത്രമാണോ ലക്ഷ്യം? ഇറാൻ വളരെ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ആഭ്യന്തരമായി അവർ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. അതിനിടയ്ക്കാണ് പുറത്തുനിന്ന് അമേരിക്കയുടെ ഒരു വലിയ ഭീഷണിയും കൂടെ നിലനിൽക്കുന്നത്. ട്രംപ് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, ഭീഷണിപ്പെടുത്തിയാൽ പലതും ചെയ്യുമെന്ന് ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ബങ്ക് ബസ്റ്റർ ബോംബുകൾ വരെ വർഷിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്ന സന്ദർഭം വരെ ഉണ്ടായി. അപ്പോൾ ഈ ട്രംപ് പറയുന്നത് ചിലപ്പോൾ പ്രവർത്തിച്ച് കളയും. കാരണം ട്രംപിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവിടുത്തെ എണ്ണ രാഷ്ട്രങ്ങളെല്ലാം തൻ്റെ കൈപ്പടിയിൽ ഒതുങ്ങണം. ഇപ്പോൾ ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. സൗദി ആയാലും UAE ആയാലും കുവൈറ്റ് ആയാലും ബഹ്റൈൻ ആയാലും ഏതൊക്കെ ആയാലും അമേരിക്കയോടൊരു ബന്ധം പുലർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായി നിൽക്കുന്നത് ഇറാൻ മാത്രമായിരുന്നു. അപ്പോൾ ഇറാഖിനെ പണ്ട് തട്ടിയ പോലെ ഇറാനെയും തട്ടി തകർത്താലേ തങ്ങൾക്ക് അവിടെ ഒരു അധീശത്വം സ്ഥാപിക്കാൻ കഴിയും. ആഭ്യന്തരമായ വലിയ പ്രതിഷേധമാണ് ആ രാജ്യത്ത് നടക്കുന്നത്. ആ പ്രതിഷേധം നടക്കുമ്പോൾ ട്രംപ് സമൂഹ മാധ്യമങ്ങൾ വഴി പറയുകയാണ്, നിങ്ങൾ സമരം ചെയ്തുകൊള്ളൂ, പ്രതിഷേധം സംഘടിപ്പിച്ചുകൊള്ളൂ, എൻ്റെ പിന്തുണ ദാ വരുന്നു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി വലിയ ആക്രമണം നടത്താൻ പോകുന്നു എന്ന് എപ്പോഴും പറയുകയാണ്. ഇതിനെതിരെ വിമർശനമുണ്ടല്ലോ. അങ്ങനെ ഒരു യുവാക്കളെ തെരുവിൽ ഇറക്കി വിട്ടിട്ട് ട്രംപ് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതൊരു വഞ്ചനയായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ ആത്മീയ നേതാവ് ഖമനി പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ട് പുറമേ നിന്ന് ഇന്റർഫിയർ ചെയ്ത് തങ്ങളുടെ അധീശത്വവും തങ്ങളുടെ തങ്ങളുടെ സാമ്രാജ്യം സംരക്ഷിക്കാനുള്ള ആ ഒരു സ്വാഭാവിക നീതിയെയും എതിർത്തുകൊണ്ടാണ് അമേരിക്ക നിൽക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും മറ്റൊന്ന് ചെയ്യാൻ ഇപ്പം നിവൃത്തിയില്ല. കാരണം ആഭ്യന്തര കലാപം വളരെ മുറുകിയിരിക്കുകയാണ്. ആഭ്യന്തര കലാപത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് റോളുണ്ട്. ഒരുപക്ഷെ അമേരിക്കയേക്കാൾ കൂടുതൽ ഇസ്രയേലിൻ്റെ ചാരസംഘടനകളെയോ അല്ലെങ്കിൽ അവരുടെ ഹോൾഡിനെയോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇസ്രയേൽ ഇറാൻ ഒരു കാലത്ത് വളരെ സൗഹൃദത്തിൽ പോയിരുന്ന ഒരു 2 ബന്ധങ്ങൾ, അവരുടെ ബന്ധങ്ങൾ നിലനിൽപ്പുണ്ട്. അക്കാലത്തുള്ള ചില ബേസുകൾ ഇപ്പോഴും ഇസ്രായേലിന് അവിടെ ഉണ്ട്. ഇസ്രായേൽ അതൊക്കെ ഭംഗിയായി പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇറാൻ ഇസ്രായേൽ യുദ്ധകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിന് US ഇസ്രായേലിനെ സഹായത്തിനായി സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം അവർ നേടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തുവന്നാലും ഒരു ഇറാൻ്റെ ഒരു കീഴടങ്ങൽ US ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇറാൻ UN സെക്യൂരിറ്റി കൗൺസിലിനെ ബന്ധപ്പെടുമ്പോഴും അതിനു മുമ്പേ തന്നെ US അവിടെ താക്കീത് പോലെ പറയുകയാണ്, ഇവർ ഒന്ന് കാം ഡൗൺ ചെയ്ത് 10-15 ദിവസത്തിനകം അവർ ഒരു മര്യാദ പഠിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് ഒരു ലോക റൗഡിയെ പോലെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് വെനസ്വേല ചൂണ്ടിക്കാട്ടിയാണ്. അതെ, വെനസ്വേല പോലെ ഞങ്ങൾക്ക് എപ്പോഴും ഇടപെടാം എന്നുള്ള ഒരു നയം തന്നെയാണ് അവർ പലയിടത്തും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഇന്നത്തെ രീതിക്ക് വളരെയധികം എതിർപ്പ് പലയിടത്തും വരുന്നത്. എന്തിന് നാറ്റോ രാഷ്ട്രങ്ങൾ അമേരിക്ക യൂറോപ്പിലെ നാറ്റോ രാഷ്ട്രങ്ങൾ പോലും അമേരിക്കയുടെ ഈ ലൈനിൽ അത്ര തൃപ്തരല്ല. നമുക്കറിയാം, കാനഡ തൃപ്തിയില്ല. അതുപോലെ തന്നെ ഫിൻലാൻഡ് അടക്കം ആ സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ്. ഗ്രീൻലാൻഡിൻ്റെ പ്രശ്നത്തിൽ വളരെയധികം ദേഷ്യത്തിലാണ് സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങൾ. അതിനു പുറമെ ഇപ്പോൾ യൂറോപ്പും ഈ സാങ്ഷനും മറ്റുമൊക്കെ വന്നപ്പോൾ കുറച്ച് സമ്മർദ്ദത്തിലാണ്. യുക്രൈൻ ഇടപാടിൽ USSR റഷ്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന ഒരു അപഖ്യാതിയും പരാതിയും അവിടെ നിലനിൽക്കുന്നു. യുദ്ധത്തിലേക്ക് യുക്രൈനെ കൊണ്ടുവന്നത് അമേരിക്കയാണെങ്കിലും നാറ്റോയുടെ അതിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറാനായിട്ട് നാറ്റോടടക്കം ആവശ്യപ്പെടുന്ന ഒരു സന്ധി പരിപാടികളും നടക്കുന്നു. ഇതിനിടയ്ക്ക് പുറമെ ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ
കീഴടക്കൽ ശ്രമവും വളരെ അധികം ചൈനയെയും റഷ്യയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അവരും സൈനിക പറക്കലും മറ്റ് പരിപാടികളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ചൈനയാണ്. റഷ്യയും അവർക്ക് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അണവായുധത്തിന് ഏതാണ്ട് അടുപ്പിച്ചുള്ള ശക്തിയിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞത്. ഇനി യുറേനിയം നേർപ്പിക്കുന്നത് അവസാനിപ്പിക്കാമെന്നും അത് 50% താഴെ ആക്കാമെന്നൊക്കെ ഖമേനി പറയുന്നെങ്കിൽ പോലും അത് നടക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവർ അണുബോംബുണ്ടാക്കും. അങ്ങനെ ന്യൂക്ലിയർ ബോംബുണ്ടായാൽ ആദ്യം അവർ റോക്കറ്റ് അയക്കുന്നത് ഇസ്രയേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ആയിരിക്കുമെന്നും അമേരിക്ക ഭയക്കുന്നുണ്ട്. 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, എണ്ണയുമായി ബന്ധപ്പെട്ട ബിസിനസ്. വെനിസ്വേല പിടിച്ച പോലെ ഇസ്രയേലിനെയും കൂടെ ഏതെങ്കിലും ഇൻഡയറക്റ്റ് ആയ വഴിയിൽ കൂടെ പിടിച്ചടക്കി അവിടെ ഒരു പാവ സർക്കാരിനെ നിയമിക്കാൻ കഴിഞ്ഞാൽ വെനിസ്വേല പോലെ എണ്ണയുടെ സംഭരണം കിട്ടും. അപ്പോൾ ഡോളറിൻ്റെ വില ഉയർത്താനായിട്ട് ഇപ്പം ആയുധം വിൽക്കുന്നത് പലരും വന്നപ്പം അമേരിക്കയ്ക്ക് അത്ര ഒരു സേ ഇല്ല. അമേരിക്കൻ ആയുധങ്ങൾക്ക് ഭയങ്കര വില കൂടുതലുണ്ട് എന്നൊക്കെയുള്ള പരാതികളുണ്ട്. ചീപ്പായിട്ട് ആയുധങ്ങൾ വിതരണം ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ പലപ്പോഴും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അമേരിക്കയേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് കൊടുക്കാൻ തയ്യാറുണ്ട്. റഷ്യ അതുപോലെ ആയുധം വിൽപ്പനയിൽ വലിയ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് എങ്ങനെയും പണം റൂബിളിൻ്റെ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരും പാടുപെടുകയാണ്. അപ്പം ചൈന വളരെ വില കുറച്ച് ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. ഇന്ത്യ അതുപോലെ തന്നെ ആയുധങ്ങൾ വിൽക്കുന്നതിൽ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ആയുധ കച്ചവടത്തിലൂടെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഒരു മേധാവിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ഇനി എണ്ണയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മേധാവിത്വത്തിനാണ് അവർ വെനിസ്വേല കയ്യിലാക്കിയത്. അതുപോലെ ഇറാനിനെയും ലക്ഷ്യം വയ്ക്കുന്നത്. അവിടെ ഒരു പാവ സർക്കാരിനെ സ്ഥാപിച്ചുകൊണ്ട് തങ്ങൾക്ക് ആഭ്യന്തര കലാപം നടക്കുന്നു എന്ന പേരിൽ അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. സാർ ചിന്തിക്കുന്നുണ്ടോ ഉടൻ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു നിലപാടുണ്ടാകുമെന്ന്? കീഴടങ്ങിയില്ലെങ്കിൽ, കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് തങ്ങളുടെ വ്യാവസായിക താല്പര്യങ്ങൾക്കും വിദേശകാര്യ താല്പര്യങ്ങൾക്കും അനുഗുണമായി ഇറാൻ നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചില സഡൻ അറ്റാക്കിനുള്ള പരിപാടികൾ മുമ്പ് ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ സമയത്ത് നടന്നതുപോലെ നടത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞേക്കും. അതിനവർ നീങ്ങിയേക്കും. അല്ല, അമേരിക്കയും ഇറാനും തമ്മിലുള്ള പല ചർച്ചകളും തുടർച്ചയായി പരാജയപ്പെടുകയാണ്. ആ പരാജയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരു ആക്രമണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഭയക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു മുന്നേറ്റം അവിടെ വരുമോ എന്നുള്ളത്. ഈ സംഘർഷം നമ്മുടെ ഡീഗോഗാഷ്യ ദ്വീപ് പോലും, നമ്മുടെ അടുത്ത് കിടക്കുന്ന ഡീഗോഗാഷ്യ ദ്വീപ് പോലും അവർ എയർബേസ് ആക്കാൻ, US എയർബേസ് ആക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല വാഷിങ്ടണും പെൻറ്റഗണും എന്നാണ് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.